ഞാൻ കുഞ്ഞിന് കത്തയക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു മാഡം ഏതോ ഒരു പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത് കാണുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. जरा कोई कलेक्ट कर ले इसको. ആരെങ്കിലും അതൊന്ന് കളക്ട് ചെയ്യണം. मैं जानता हूं, मैं देश भर में जहां भी जाता हूं, बहुत से युवा, बहुत से बालक अपनी भावना प्रकट करते हैं और मैं जानता हूं कि इसके बाद कुछ मुझको विशेष प्रेम करने वाले लोग भांति भांति के रील बनाते हैं. कोई इसको प्री प्लान बड़ा ड्रामा है ऐसा कहते हैं. ये सारी गालियां मैं सुनता हूं. क्यों? क्योंकि मैं आपके प्यार को समझता हूं. इन छोटे छोटे बच्चों की भावनाओं को समझता हूं और इसलिए रील बनाने वालों की गालियां तो खाता रहूंगा, लेकिन अगर किसी बच्चे ने 2 दिन 3 दिन इस प्रकार से प्यार से मेहनत की है, मैं उसका अपमान नहीं कर सकता. मैं इसको दुखी नहीं कर सकता. रील जितने ही बनने हैं बन ले. जनता के प्रति मेरी जो जिम्मेवारी है और जनता का मेरे प्रति जो भाव है वो इन रील से हजारों लाखों गुना अधिक ताकतवर है. ഞാൻ രാജ്യത്തെ എല്ലായിടത്തും പോകുന്നിടത്ത്, രാജ്യത്തെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുന്നിടത്ത് എല്ലായിടത്തും യുവാക്കളും കുട്ടികളുമൊക്കെ അവരുടെ സ്നേഹം പല രീതിയിൽ പ്രകടിപ്പിക്കാറുണ്ട്. അവരുടെ സ്നേഹം ചിത്രങ്ങളായും പലവിധങ്ങളായ അവരുടെ ക്രിയേഷനായും ഒക്കെ എനിക്ക് കിട്ടാറുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ റീൽസിൽ കൂടിയൊക്കെ അപമാനിക്കുന്നവരും ഇതൊക്കെ ഡ്രാമയാണ് എന്ന് പറയുന്നവരുമൊക്കെ ഈ രാജ്യത്തുണ്ട്. അതൊക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരോട്, എന്നെ വിശ്വസിക്കുന്നവരുടെ സ്നേഹത്തെ ഞാൻ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എത്ര റീൽസ് ഉണ്ടാക്കി അപമാനിക്കാൻ ശ്രമിച്ചാലും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ റീൽസ് ഉണ്ടാക്കിക്കൊള്ളൂ. അതിലും എത്രയോ 1000 മടങ്ങാണ് ഈ രാജ്യത്തെ ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം. അവരോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ സ്നേഹത്തോട് 1000 മടങ്ങ് എനിക്ക് വിധേയത്വമുണ്ട്. साथियों, तिरुवनंतपुरम के साथ दशकों से एलडीएफ और यूडीएफ ने बहुत अन्याय किया है. लेफ्ट और कांग्रेस ने, करप्शन ने तिरुवनंतपुरम को बेसिक सुविधाओं में भी पीछे रखा. लेकिन अब ऐसा नहीं होगा. यहां बीजेपी की हमारी टीम ने विकसित तिरुवनंतपुरम के विजन पर काम करना शुरू कर दिया है. मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए. मारा तदीनी मारूम. जो अब तक नहीं बदला वो अब बदलेगा. तिरुवनंतपुरम पूरे देश के लिए एक मॉडल सिटी बनेगा. आई एक्सटेंड माई फुल सपोर्ट टू मेक तिरुवनंतपुरम वन ऑफ द बेस्ट सिटीज ऑफ इंडिया. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ഇടത് വലത് മുന്നണികൾ തിരുവനന്തപുരത്തോട് അനീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അഴിമതി മൂലം തിരുവനന്തപുരം അടിസ്ഥാന സൗകര്യ മേഖലയിൽ പോലും പിന്നാക്കം പോയി. എന്നാൽ ഇനി മുതൽ അങ്ങനെയാവില്ല. വികസിത തിരുവനന്തപുരം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ ജനങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കാം, മാറാത്തത് ഇനി മാറും. ഇതുവരെ മാറാത്തത് എന്തായിരുന്നു? അത് മാറി തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ രാജ്യത്തിനും മാതൃകയായി തിരുവനന്തപുരം ഇനി മാറുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നഗരമാകാനുള്ള തിരുവനന്തപുരത്തിന്റെ പരിശ്രമത്തിന് ഞാൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. एनडीए शोरतगढ़े आने वाले चुनाव
केरला की दशा और दिशा को बदलने का चुनाव है। जब केरला के फ्यूचर की बात आती है तो आपने अब तक दो पक्ष ही देखे हैं। एक तरफ एलडीएफ और दूसरी तरफ यूडीएफ, और इन दोनों ने बारी बारी से केरला को तबाह किया है। लेकिन एक तीसरा पक्ष भी है। वो पक्ष डेवलपमेंट का है, गुड गवर्नेंस का है, बीजेपी एनडीए का है। एलडीएफ और यूडीएफ के लोगों ने केरला को करप्शन, कुशासन और अपीजमेंट की खतरनाक राजनीति में झोंक दिया है। പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ തലവരെയും ഭാവിയും മാറ്റാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ കേരളത്തെ പറ്റി സംസാരിക്കുമ്പോൾ, കേരളത്തിന്റെ ഭാവിയെ പറ്റി പറയുമ്പോഴൊക്കെ നാം രണ്ടു പക്ഷത്തെ പറ്റി മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. രണ്ടു പക്ഷത്തെ മാത്രമായിരുന്നു നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു വശത്ത് ഇടതുപക്ഷം, മറുവശത്ത് വലതുപക്ഷം. ഇവർ രണ്ടുപേരും കൂടി കേരളത്തെ മാറി മാറി ഭരിച്ച് തകർത്തെറിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ മൂന്നാമതൊരു പക്ഷം കൂടിയുണ്ട്. ആ പക്ഷം വികസനത്തിന്റെ പക്ഷമാണ്, സദ്ഭരണത്തിന്റെ പക്ഷമാണ്, ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻഡിഎയുടെ പക്ഷമാണ്. ഇടതു വലതു മുന്നണികൾ കേരളത്തെ അഴിമതിയിൽ, ദുർഭരണത്തിൽ, അപകടകരമായ പ്രീണന രാഷ്ട്രീയത്തിലൊക്കെ മുക്കി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, एलडीएफ और यूडीएफ, इन दोनों के झंडे अलग है, सिंबल अलग है, लेकिन इनकी पॉलिटिक्स, इनका एजेंडा एक ही है। झंडा अलग है, एजेंडा एक है। फुल करप्शन, जीरो अकाउंटेबिलिटी, फुल कम्युनलिज्म, जीरो रिस्पॉन्सिबिलिटी। एलडीएफ और यूडीएफ को पता है कि 5 या 10 साल बाद उन्हें ही मौका मिलता है। इसलिए यहां सरकार तो बदलती है, लेकिन सिस्टम वही रहता है। अब आपको सही मायने में नई सरकार बनानी है। केरला के लिए प्रो पीपल, प्रो डेवलपमेंट सरकार बनानी है, और ये काम बीजेपी, एनडीए यही कर सकती है। പ്രിയപ്പെട്ടവരെ, സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പതാകകൾ ഒരുപക്ഷെ വ്യത്യസ്തമാകാം, ചിഹ്നം രണ്ടായിരിക്കാം. എന്നാൽ ഇവരുടെ രാഷ്ട്രീയം, ഇവരുടെ അജണ്ട ഒന്നു തന്നെയാണ്. ഒരു വശത്ത് ആരോടും കടപ്പാടില്ല